ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എവിടേക്കാപ്പോൾ പോണത് എന്ന്. ഇന്ന് നമ്മളെല്ലാ തിരക്കുകളും നമ്മൾ മാറ്റി വെച്ചിട്ടതാ നമ്മൾ സെഞ്ച്വറി ഓഡിറ്റോറിയം ചേളാരി നമ്മളെ യൂട്യൂബേഴ്സിൻ്റെ മീറ്റപ്പ് നടക്കുന്നുണ്ട് കേട്ടോ. അവിടേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പം ഞാൻ കാണാൻ ആഗ്രഹിച്ച എല്ലാ യൂട്യൂബേഴ്സിനെയും എനിക്ക് കാണാൻ പറ്റിയിട്ടോ. ഇതൊരു യൂട്യൂബർ തന്നെയാണ്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എനിക്കറിയാവന കേട്ടോ. ഇവിടെ അതിൻ്റെ സപ്പൂസിനെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവൾക്കും സന്തോഷം, എനിക്കും സന്തോഷം. ജെസ്സി ഉണ്ട് കേട്ടോ അവിടെ. ജെസ്സി അവിടെ വെള്ളം കുടിക്കുന്ന തിരക്കിലാണ്. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് അകത്തേക്ക് വന്നപ്പോൾ നമ്മളെ എന്താ പറയുക, ഈസി കുക്കിനെ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ അവിടെ എല്ലാവരും. എന്താണെന്ന് ഞാൻ അവിടെ പോയി നോക്കിയിട്ടില്ല. പിന്നെ ഞാൻ നേരെ ചെന്നത് സ്റ്റേജിൻ്റെ വശത്തേക്കാണ്. അവിടെ ചെന്നപ്പോൾ നമ്മളെ ഷാജിയെ കണ്ടു കേട്ടോ. അവളെ കണ്ടതിൽ എനിക്കും എന്നെ കണ്ടതിൽ അവൾക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കുറേ അവളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വർത്താനൊക്കെ ഞാൻ ചോദിച്ച്, പിന്നെ അസുഖമൊക്കെ മാറിയോ, പെരയിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടോ. എല്ലാവർക്കും അറിയുന്നതാണല്ലോ അവളെ. അങ്ങനെ കുറേ സമയം വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പിന്നെയും അങ്ങനെ ഓരോരുത്തരെ കാണാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടോ. ഞാൻ അവിടെ എൻ്റെ ഒരു കാണാൻ ആഗ്രഹിച്ചൊരു ഫ്രണ്ട് തന്നെയാണിത്, ഷെമി കുട്ടീസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ സഫറുനീസ, ഇവർ ഇൻസ്റ്റഗ്രാമിലാണ് കേട്ടോ കൂടുതലും. പിന്നെ ഷാജിയുടെ കൂടെ ഇരുന്നിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ നമ്മളെ കിടിലൻ അമ്മച്ചിയെ അറിയുങ്ങൾക്ക്, കിടിലൻ അമ്മച്ചിയെ കണ്ടു. പിന്നെ കുറച്ച് ഒക്കെ സ്റ്റേജിന്മേലേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചു. പിന്നെ ഇവിടെ നല്ല പാട്ടാണ് കേട്ടോ, ഇവർ രണ്ടാളും പാടുന്ന പാട്ട്. ഇതൊന്നും നമുക്കിവിടെ ഓണാക്കാൻ പറ്റൂലല്ലോ, നമുക്ക് കോപ്പിറൈറ്റ് കിട്ടൂലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഇങ്ങനെ ഒന്നും കണ്ടതുകൊണ്ടൊന്നും ആയില്ല മക്കളെ. ഇതൊക്കെ നമ്മൾ ഈ ഒരു വേദിയിൽ വന്നിട്ട് തന്നെ ആസ്വദിക്കണം. ഇതിങ്ങനെ നിങ്ങൾക്ക് ഞാൻ മ്യൂസിക് ഇടാതെ അല്ലെങ്കിൽ പാട്ടിടാതെ ഒന്നും കാണിച്ച് തന്നിട്ടും കാര്യമില്ല. വോയിസ് കണ്ടില്ലേ, നമ്മളെ സുറുമി, ഒരുപാട് ആൾക്കാർ, ഷാജി, അവളുടെ മക്കൾ, പിന്നെ നമ്മളെ ജംഷീർ മഞ്ചേരി, നമ്മളെ കുഞ്ഞാപ്പൂ, എത്ര ആളുകളാണ് ഈ ഡാൻസിൽ അറിയാം. നമ്മളെ മക്കളും നമ്മളും ഒരുപോലെ. പിന്നെ ഈ പച്ച സാരി കൊടുത്ത അതിൻ്റെ റസീന അങ്ങനെ എന്തോ ആണ് കേട്ടോ. അവരെല്ലാവരും പരിചയപ്പെട്ടു. പിന്നെ നമ്മളെ ബിസ്മി വ്ളോഗിലെ അവളെ പേരെന്താ അതെനിക്ക് പറയാനറിയില്ല, അവളും ഉണ്ട്. പിന്നെ ഒരുപാട് എനിക്ക് അറിയുന്നവരും അറിയാത്തവരുമായ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരും നന്നായി എൻജോയ് ചെയ്തൊരു മീറ്റപ്പ് തന്നെയായിരുന്നു കേട്ടോ. ഇത് പറഞ്ഞാലൊന്നും മതിയാവില്ല. ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച എല്ലാ അഡ്മിൻസിനും ഒരുപാട് നന്ദി തന്നെ നമ്മൾ പറയണം. ഒരു നന്ദി കൊണ്ട് മാത്രം തീരൂല, അത്രക്കും. ഈ പാട്ടൊക്കെ അടിപൊളി പാട്ടാണ് കേട്ടോ. ഇതൊന്നും നിങ്ങൾക്ക് ഇവിടെ കേൾപ്പിച്ച് തരാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിതിൻ്റെ മ്യൂസിക്കും പാട്ടൊന്നും ഇടാത്തത്. അങ്ങനെ പിന്നെ കുറച്ച് അവാർഡുകളും ഒക്കെ നല്ല ഫണ്ണി ആയിട്ട് തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ആളറിയും നിങ്ങൾക്ക്, ഒരു യൂട്യൂബിൻ്റെ എല്ലാ സംശയങ്ങൾക്കും മറുപടി തരുന്ന ഷെഫീക്കോ അങ്ങനെ എന്തോ ആണ് കേട്ടോ അതിൻ്റെ പേര്, ശരിക്കും അറിയില്ല. ഡ്രീംസ് ക്രിയേറ്റേഴ്സ് നടത്തിയ ആ ഇൻഫ്ലുവൻസ് മീറ്റിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നമസ്കാരം. ഈ ശബ്ദം ആരുടേതാണ്? ചെറുതായിട്ടൊക്കെ സാധ്യല്ലേ, പ്രേം നസീറിൻ്റെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. മമ്മൂക്കയെ നമ്മൾ മെഗാസ്റ്റാർ എന്ന് വിളിക്കും, മോഹൻലാലിനെ നമ്മൾ എല്ലാതും വിളിക്കും, ദ കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ വിളിക്കും. സുരേഷ് ഗോപിയെ നമ്മൾ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കും, ദിലീപിനെ നമ്മൾ ജനപ്രിയ നായകൻ എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ പ്രേം നസീറിനെ നമ്മൾ വിളിച്ചിരുന്ന പേര് എന്താണ്? അവിടുന്നാണ് ഫസ്റ്റ് വന്നത്. നിത്യഹരിത നായകൻ എന്നാണ് വിളിച്ചിരുന്നത്. ഇങ്ങോട്ട് വന്നോളൂ, ഇനി ആ സമ്മാനം സ്പോട്ടിൽ തരികയാണ്. ഇനി അത് എടുത്തു വെച്ചിട്ട് കാര്യമില്ല. പ്ലീസ് വെൽക്കം. ഒരു നല്ല കൈയ്യടി കൊടുക്കാം. പ്രേം നസീറിനെ നമ്മൾ വിളിച്ചിരുന്നത് അതെ. അയ്യോ, അതിപ്പോ കൺഫ്യൂഷൻ ആയല്ലോ. ഞാൻ കേട്ടത് അത് അവിടെയാണ്. അയ്യോ, നറുക്കിടറോ? ഓക്കെ, നമുക്ക് രണ്ട് പേരോട് കൂടി അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം. അവരുടെ പേരിൻ്റെ അക്ഷരം ആൽഫബറ്റിൽ നിന്ന് ആരതാണ് ആദ്യം തുടങ്ങുന്നത് അവർക്ക് ആയിക്കോട്ടെ. എന്താ പേരെന്താ? ഷമീറ. നിങ്ങളുടെ പേരെന്താ? എസ് കഴിഞ്ഞിട്ടപ്പോൾ ഈ പി കഴിഞ്ഞിട്ട് എസ് കൺഫ്യൂഷൻ ആയോ? പി ഫസ്റ്റ് ആണ്. അപ്പോൾ ഉത്തരം അവർക്കാണ് സമ്മാനം വരിക. പ്ലീസ് വെൽക്കം. സമ്മാനം 24 ക്യാരറ്റിൽ തങ്കത്തിൽ പൊതിഞ്ഞ അതിമനോഹരമായിട്ടുള്ള നല്ലൊരു കയ്യടി എല്ലാവരും ചേർന്ന് നൽകാം. താങ്ക് യു. നേരത്തെ
നമ്മുടെ ജസീല താക്കും അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ജിമ്മല്ലേ ജിമ്മിക്കാക്കല്ലേ സമ്മാനം, വേറെ ആർക്കും അങ്ങനെ ഞാനൊരു 4 മണിയുടെ ഉള്ളിലായിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വീട്ടിലേക്ക് പോരണ്ടേ, അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കാണാത്ത എല്ലാവരെയും കണ്ടു, നല്ല സന്തോഷമായി, നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. എല്ലാ പരിപാടികളും ഉഷാറായിട്ടുണ്ട്. ഫുഡ് പറയാൻ പറ്റില്ല, അത്രക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫുഡും, ഒന്നിന് മെച്ചം എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടാണ് കേട്ടോ. തുടർന്നും നിങ്ങളെ സപ്പോർട്ട് ഇനിയും എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.